ഉത്രാടം ദിനം കുറച്ച് നക്ഷത്രജാതകരെ തേടി വരുന്നത് സന്തോഷ വാർത്തയുമായിട്ടാണ്. അത്തപ്പൂക്കളങ്ങളിലെ നിറമാർന്ന പൂക്കൾ പോലെ ജീവിതവും ശോഭനമാകുന്ന നക്ഷത്രജാതകർ. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഉത്രാടം ദിനം. ഇന്നത്തെ ദിവസം മുതൽ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ മിഥുനക്കൂറിലെ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാരെക്കുറിച്ച് പറയാം. കർമ്മ മേഖലയിൽ നേട്ടം ഉണ്ടായി തുടങ്ങുന്നൊരു ദിവസമാണ് ഇന്നു മുതൽ. ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇവരുടെ ആത്മവിശ്വാസങ്ങൾ കൊണ്ട് ഒരുപാട് അബദ്ധങ്ങളിൽ നിന്ന് കരകയറാൻ സാധിക്കും. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉത്രാടം ദിനം കഴിയുന്നതോടുകൂടി ഒരു സന്തോഷകരമായ കാര്യം കാത്തിരിക്കുന്നുണ്ട്. വായ്പ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം കൂടും. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുരംഗത്തെ എതിർപ്പ് മറികടക്കാൻ സാധിക്കും. അംഗീകാരത്തിന് സമ്മർദ്ദങ്ങൾ ചെലുത്തേണ്ടതായിട്ട് വരും. കായിക രംഗത്ത് മുന്നേറ്റവും ഉപരിപഠനത്തിന് വാശിയും കൂടുന്ന ദിവസങ്ങളാണ് ഇനി മിഥുനക്കൂറുകാരെ കാത്തിരിക്കുന്നത്. ഇവർ ദോഷപരിഹാരമായിട്ട് ശിവന് ജലധാര, കൂവളമാല, ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് നോക്കാം. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യുകയും ഈ കുറ്റാരോപണത്തിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കും. അതുകാരണം ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടി കാണുന്നു. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ പുത്രൻ്റെ പിന്തുണയും സാന്നിധ്യവും ആശ്വാസമേകും. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കുന്നതാണ് ഉചിതം. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം പ്രതീക്ഷിക്കാം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം, പുത്തൻ ഗൃഹം സ്വന്തമാക്കാൻ അവസരം എന്നിവ കാണുന്നു. കർക്കിടകക്കൂറുകാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ ദോഷപരിഹാരങ്ങൾക്ക് ഹനുമാൻ സ്വാമിക്ക് വടമാല അർച്ചന, ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം, ദേഹരക്ഷയ്ക്കായിട്ട് ദുർഗ യന്ത്രം ധരിക്കുന്നതും ഈ കാലഘട്ടത്തിൽ ഗുണം ചെയ്യും. ഇനി ചിങ്ങക്കൂറിൽ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് പറയാം. ഗുരുതുല്യവരായവരുടെ ആശീർവാദത്തോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തന മേഖലയിൽ ശോഭിക്കും. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാൻ അവസരമുണ്ട്. ഇത്തരം സൗഹൃദങ്ങൾ പ്രതിസന്ധി തരണം ചെയ്യാൻ ഉപകാരപ്പെടും. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഉണ്ട്. പുതിയ കരാറുകളിൽ
ഒപ്പുവെക്കാൻ ഇടവരും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തണം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യം. വിവാഹാദി കാര്യങ്ങൾക്ക് കാലം അനുകൂലം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിവാഹ കാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിന് സാധ്യത കാണുന്നു. വാഹനയോഗവും ഉണ്ട്. മാസ അവസാനത്തിൽ സാമ്പത്തികമായിട്ട് കുറച്ച് പുരോഗതികൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം കൂടി പാലിക്കുക. ചിലവ് നിയന്ത്രിക്കാൻ സാധിക്കും. കൃഷിയിൽ നിന്ന് നേട്ടം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെയും ശ്രദ്ധിക്കുക. ചിങ്ങക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിക്കുക. അഘോര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും നല്ലതാണ്. ഇനി കന്നിക്കൂറിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് പറയാം. പ്രവർത്തന മേഖലയിൽ മാറ്റം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. പ്രവർത്തന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണ ഭാഗമായി വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കും. ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അസൂയയ്ക്ക് പാത്രമാകാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് സമയം ഉത്തമം. പുണ്യപ്രവർത്തികൾക്ക് പണം ചിലവാക്കേണ്ടതായിട്ട് വരും. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ സഹപ്രവർത്തകരുടെ പിന്തുണ ഈ കാലഘട്ടത്തിൽ സഹായകമാകും. അന്യദേശത്ത് കടുപ്പമേറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കാൻ സാധിക്കും. സംഗീത മേഖലയിൽ അംഗീകാരം തേടിയെത്തും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക ഔന്നിധ്യം ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വരുന്നത്. വ്യാപാര വ്യവസായിക മേഖലയിൽ ധനവരവ് കൂടും. ഇലക്ട്രോണിക്സ് രംഗത്ത് വ്യക്തിഗത നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് പിതൃക്കൾക്ക് ബലിതർപ്പണം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ദുർഗാക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന, ശിവന് ജലധാര എന്നിവ നടത്തുക. പുരുഷ സൂക്ത യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും നല്ലതാണ്. ഇനി തുലാക്കൂറിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. പൈതൃക സ്വത്ത് ലഭിക്കാൻ ഇടവരും. പരലിൽ നിന്നും സാമ്പത്തിക സഹായം ഉണ്ടാകും. അകന്നു കഴിയുന്ന പങ്കാളികൾ അടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അശരണർക്ക് സാന്ത്വനവും സഹായവും ചെയ്യുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൽ മികവ് പ്രകടിപ്പിക്കും. അപ്രതീക്ഷിത സ്ഥാനനേട്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ വിട്ടൊഴിയും. മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക. അപകടം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു. പരദൂഷണം മൂലം അപകീർത്തിക്ക് സാധ്യത. ഉദരരോഗം, ദുർജന സംസർഗം എന്നിവ മനോവിഷമത്തിന് കാരണമാകും. അവിചാരിത കാരണങ്ങളാൽ മുടങ്ങിയ പ്രവൃത്തികളും സംരംഭങ്ങളും പൂർത്തീകരിക്കാനും തുലാക്കൂറുകാർക്ക് സാധിക്കും. ഇവർ ദോഷപരിഹാരമായിട്ട് കുടുംബദേവതാ ദർശനവും വഴിപാടും നടത്തുക. മുടിപ്പുരയിൽ ഭദ്രകാളിക്ക് മധുപൂജ, ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം നടത്തുക. ശൂലിനി യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും. ഇനി വൃശ്ചികക്കൂറിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിജയിപ്പിക്കാൻ സാധിക്കും. വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനങ്ങളിൽ മേൽക്കൈ നേടാൻ സാധിക്കും. നഷ്ടപ്പെട്ട ധനമോ സമ്പത്തോ കൈവശം വരും. തൊഴിൽ അധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരുവാൻ അവസരം വന്നു ചേരും. കലാരംഗത്ത് അവസരങ്ങൾ വർദ്ധിക്കും. വാഹനയോഗം കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാം. ജാഗ്രത പാലിക്കുക.
പുതിയ അറിവുകൾ നേടാനായി പരിശ്രമിക്കും. പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ദാനധർമാദികൾ നിർവഹിക്കും. മാനസിക അസ്വസ്ഥതകൾക്കും ശാരീരികമായ ക്ഷതങ്ങൾക്കും സാധ്യത കാണുന്നു. അതിനാൽ ജാഗ്രത പാലിക്കണം. ഊഹക്കച്ചവടത്തിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. അമിത മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും. വൃശ്ചികക്കൂറുകാർ ദോഷപരിഹാരമായിട്ട് ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക. നവഗ്രഹങ്ങൾക്ക് ധാന്യ സമർപ്പണവും അർച്ചനയും നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക.